കർത്താവിന് സ്തോത്രം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആറാമട് ലോക്കൽ സഭയുടെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് ജെ സാമുവൽ എന്നാണ്. ഈ സഭയുടെ ട്രഷററായി ഞാൻ സേവനം ചെയ്യുന്നു. എൻ്റെ പേര് സി ജെയിംസ്. 1919 ലണ്ടൻ മിഷൻ സഭയിൽ കൂടി വന്നിരുന്നതായ കുറേ വിശ്വാസികൾ ആത്മീകമായി ഉണർത്തപ്പെടുകയും അവർക്ക് പ്രത്യേകമായിട്ട് അടുത്തുള്ളതായ ഒരു സ്ഥലത്ത് പോയി കൂടിയിരുന്ന് ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർക്ക് അത് വളരെ പ്രചോദനപ്രദമായി തീർന്നതിനാൽ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. 1921 ആറാമട സഭാ സ്ഥാപകനായ പാസ്റ്റർ കൊച്ചുകുഞ്ഞു സന്യാസി അവരുടെ സഹോദരൻ നടത്തിക്കൊണ്ടിരുന്നതായ ഒരു ഗ്രാൻഡ് സ്കൂളിലേക്ക് ഈ ആരാധന മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. 1922 മുതൽ 1927 വരെ ഈ സ്കൂളിൽ ഒരു വേർപാട് വിശ്വാസത്തിലുള്ള സഭയായിട്ടാണ് തുടർന്ന് വന്നിരുന്നത്. 1928 പാസ്റ്റർ കൊച്ചു സന്യാസി സിലോണിലേക്ക് ഒരു സുവിശേഷ പ്രചരണം നടത്തുകയും ദി പെന്തക്കോസ്ത് മിഷന്റെ സ്ഥാപകനായ പോസ്റ്റ് പോളുമായി സഹകരണത്തിലാവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗങ്ങളിൽ ആകൃഷ്ടനായി ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി തിരികെ നാട്ടിലെത്തുകയും അങ്ങനെ 1928 വേർപാട് സഭ ആയിരുന്ന പെന്തക്കോസ്ത് സഭയായി സ്ഥാപിതമായി. ആ സഭയാണ് ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആറാമട സഭ എന്ന് അറിയപ്പെടുന്നത്. 1935 പാസ്റ്റർ കെ എബ്രഹാമും പാസ്റ്റർ ടി കൊച്ചുകുഞ്ഞു സന്യാസിയും ഉൾപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ അതിനെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്നുള്ളതായ പേരിൽ ഒരു സംഘടനയായി മാറ്റുകയും അത് ഏലൂരിലാണ് രജിസ്റ്റർ ചെയ്തത്. അന്ന് ഈ ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നതുകൊണ്ട് കേരളത്തിന്റെ രജിസ്ട്രേഷൻ ഇല്ലായിരുന്നതിനാൽ ഏലൂരിൽ അത് രജിസ്റ്റർ ചെയ്യുകയും ഏലൂരിൽ രജിസ്റ്റർ ചെയ്ത സഭയോട് അന്ന് അവർ സ്ഥാപിച്ചതായ വിശേഷിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ സന്യാസി സ്ഥാപിച്ച 50ഓളം സഭകളുണ്ടായിരുന്നു. അതും ഈ സംഘടനയോട് യോജിച്ചു പോകാൻ താല്പര്യമുണ്ടായിരുന്ന ആറാമട ഉൾപ്പെടെയുള്ളതായ സഭകളെ IPCയുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് 1935 രജിസ്ട്രേഷൻ നടക്കുന്നത്. ആ രജിസ്ട്രേഷനോട് തുടർന്ന് ഇപ്പോഴും ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്നുള്ളതായ ആറാമട ലോക്കൽ സഭയായി തുടർന്നു വരികയാണ്. ഈ സഭയിൽ നിന്നും അനേകം കർത്തൃദാസന്മാർ സുവിശേഷ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയും അതിൽ പ്രമുഖരായിരുന്നു പാസ്റ്റർ TS മർക്കോസ്, പാസ്റ്റർ TS സാമുവൽ, പാസ്റ്റർ പെരിക്കടവള ആശീർവാദം, പാസ്റ്റർ S ജോസഫ്, പാസ്റ്റർ VM ഹെൻറി മുതലായവർ ആദ്യകാല സുവിശേഷ പ്രവർത്തകരായിരുന്നു. കൂടാതെ മനുവേൽ സന്യാസി, പാസ്റ്റർ J ജോൺ, പാസ്റ്റർ SA സാം, പാസ്റ്റർ H റൂഫസ് മുതലായവർ ഈ സഭയിൽ നിന്നും സുവിശേഷ പ്രവർത്തകരായി എണീറ്റവരാണ്. അവരുടെ പ്രവർത്തനം ഈ ഭാഗങ്ങളിൽ വളരെയധികം സഭകൾ സ്ഥാപിക്കുവാനും ഈ സഭകളെല്ലാം തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രാദേശിക സഭകളായും പ്രത്യേകിച്ച് അറിയപ്പെടുന്ന സഭകളായി രൂപം പ്രാപിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു സഭ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ദന്താവനത്ത് ഉള്ള ഹെബ്രോൺ ചർച്ച് ആയിരുന്നു. അത് 1936 തന്നെ പാസ്റ്റർ കൊച്ചു സന്യാസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സഭയും കൂടാതെ തെക്കൻ തിരുവിതാംകൂറിലെ സഭകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ആ സ്ഥലം വാങ്ങിക്കുകയും അങ്ങനെ സഭ പണിയുകയും അത് തുടർന്നു വരികയും ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 250ഓളം പ്രാദേശിക സഭകൾ ഉണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് 14 സെന്റർ ഏരിയകളായി തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ തിരുവനന്തപുരം ആറാമട ഏരിയ എന്ന പേരിൽ ഈ ആറാമട സഭ 2008 മുതൽ അപ്ഗ്രേഡ് ചെയ്യുകയും അതിന്റെ പ്രവർത്തനം സജീവമായി നടന്നു വരികയും ചെയ്യുന്നു. 24 പ്രാദേശിക സഭകൾ ഈ ആറാമട ഏരിയയുടെ കീഴിൽ തന്നെ ഉണ്ട്. ആ സഭകളുടെ സ്പോൺസർ സഭയായി ഈ സഭ നടന്നു വരുന്നു. ഇപ്പോൾ ഈ സഭയുടെ ശുശ്രൂഷകനായി പാസ്റ്റർ ജോയ്സ് ചാക്കോ അവർ പ്രവർത്തിച്ച് വരുന്നു. ഈ സഭയ്ക്ക് വളരെ അനുഗ്രഹകരമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷയാൽ.